ഒരു മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പൗലോസിൻ്റെ വെളിപ്പെടുത്തലും കുറ്റസമ്മതവും തന്നെയാണ്. ഇതേ സമയം അലീനയാണെങ്കിൽ പൗലോസിനോട് പറയുന്നുണ്ട്, എൻ്റെ പൗലോസേട്ടാ, നിങ്ങളല്ലാതെ ഇതാരും ചെയ്യില്ല എന്ന് എനിക്കറിയാം. കടക്കാരൻ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യകതയൊന്നുമില്ലല്ലോ. തിരിമറിയും കാര്യങ്ങളൊക്കെ നടത്താൻ നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവൻ വേറെയില്ല എന്ന് പൗലോസിൻ്റെ മുഖത്ത് നോക്കി അലീന പറയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെല്ലാം പുറമെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽസമ്മയും റീത്തയും ആലോചിക്കുന്നുണ്ട്. റീത്തയാണെങ്കിൽ എൽസമ്മയോട് പറയുന്നുണ്ട്, അലീനയെ തുരത്താനായിട്ട് ആ പൗലോസിനെ ഉപയോഗിച്ച് എന്തോ വിമ്മോ കാര്യങ്ങളോ എന്തെങ്കിലും കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ അവിടെ നിന്ന് ഓട്ടിപ്പൊക്കോളും. കൂടാതെ തന്നെ വിമ്മിന് പകരം ഇത്തിരി കൂടി കൂടിയ വിഷം കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതായിരിക്കുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം പൗലോസ് അങ്ങനെ കാര്യങ്ങളൊക്കെ വിളിച്ച് ആഞ്ഞിലും മൂട്ടി തറവാട്ടുകാരോട് പറയുകയാണ് എന്നും തുടർന്നാണെങ്കിൽ ആകെ പണിയാകുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. റീത്തയ്ക്ക് പണി കിട്ടും എന്തായാലും.